പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന MDC ആണ്. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന MDC മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദ്യാർത്ഥികൾക്കാണ് അത് ചൂസ് ചെയ്യാൻ സാധിക്കുക. MDC കോഴ്സാണ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് BA എക്കണോമിക്സ് വിദ്യാർത്ഥികളല്ലാത്ത മറ്റു വിദ്യാർത്ഥികൾക്കാണ് ഇത് ചൂസ് ചെയ്യാൻ സാധിക്കുക. ഇത് ഫസ്റ്റ് സെമസ്റ്ററിലാണ്. ഇതിൽ വളരെ കൃത്യമായിട്ട് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫീൽഡിലുള്ള തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള സബ്ജക്റ്റാണ് സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസ്. ഇതിൻ്റെ സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ക്രെഡിറ്റിനാണ് ഈ സബ്ജക്റ്റ് ഉള്ളത്. 3 ക്രെഡിറ്റിന് ഈ സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ 50 മാർക്കായിരിക്കും തിയറി എക്സാമിന് പരീക്ഷ ഉണ്ടായിരിക്കാം. 1.5 മണിക്കൂറായിരിക്കും പരീക്ഷ സമയം. 25 മാർക്ക് ഇൻറ്റേർണൽ ആണ്. 25 മാർക്കിൽ 20 ഇൻറ്റേർണൽ മാർക്സും പ്ലസ് 5 മാർക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒപ്പണൻറ്റ് മൊഡ്യൂളിൻ്റെ വർക്കിനുള്ള മാർക്കാണ്. അപ്പോൾ 25 മാർക്ക്. അപ്പോൾ 75ലാണ് ഇതിൻ്റെ പരീക്ഷ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് ആൻഡ് മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇതിന് ഈ മൊഡ്യൂളിൽ നിന്ന് 11 മാർക്കിനാണ് ഈ മൊഡ്യൂളിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കാം. ഇതിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സെക്കൻഡറി മാർക്കറ്റിലെ ഡിഫറൻറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മേജർ ഏജൻസീസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റിലെ മേജർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, CDC, SL, NSDL, സെബി എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ്, ഓവർവ്യൂ ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷന്, മേജർ ഇൻഡീസസ് ഓഫ് BSE ആൻഡ് NSE. ഡിഫറെൻറ്റ് ട്രേഡർ ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്, FIIs, DIS, റീറ്റെയിലേഴ്സ്. ഇതിൽ നിന്ന് 11 മാർക്കിനാണ് ഈ മൊഡ്യൂളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇനി ഇക്വിറ്റി സെലക്ഷൻ എന്നുള്ള സെക്കൻഡ് മൊഡ്യൂൾ ദ ഫണ്ടമെൻ്റൽ അനാലിസിസ്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോ, പ്രൈസ് ടു ഏണിംഗ് PE റേഷ്യോ, പ്രൈസ് ടു ബുക്ക് PB റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ്, ഏണിംഗ് പെർ ഷെയർ, ROE, ഡെബിറ്റിഡ. ഓക്കെ, ഇതുപോലുള്ള ഭാഗങ്ങളാണ്. ടെക്നിക്കൽ അനാലിസിസ്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്, ചാർട്ട്, ക്യാൻഡിൽ സ്റ്റിക്സ്, ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നെയിംലി സപ്പോർട്ട്, റെസിസ്റ്റൻസ്, RSI, മൂവിങ് ആവറേജ്, വോളിയം, പ്രൈസ് ചാനൽ, VIX. ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂൾ പോർട്ട്ഫോളിയോ ക്രിയേഷൻ ആണ്. തിയറീസ് ഓഫ് പോർട്ട്ഫോളിയോ ക്രിയേഷൻ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ആർബിട്രേജ് പ്രൈസിംഗ് തിയറി, മാർക്കോയ്സ് പോർട്ട്ഫോളിയോ തിയറി, ബിഹേവിയർ പോർട്ട്ഫോളിയോ തിയറി പാർട്ടാണ് അതിൽ ഉള്ളത്, ആ മൊഡ്യൂളിൽ തന്നെ ഫസ്റ്റ് പാർട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രോക്കേഴ്സ്, പ്രോസസ് ഓഫ് ഓപ്പണിംഗ് എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡിസ്കൗണ്ട് ബ്രോക്കർ, മെയിൻറ്റെയിൻ ട്രേഡിംഗ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, P&L സ്റ്റേറ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഡീറ്റെയിൽ ദാറ്റ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ടാക്സ് റിട്ടേൺ. 11 മാർക്കിന്. ഫോർത്ത് മൊഡ്യൂൾ 17 മാർക്കിനാണ്. ഈ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ട്രേഡ് മാനേജ്മെൻറ്റ്, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്, ബാങ്കിങ്, ഓട്ടോ ഫാർമ, IT, ഇൻഫ്രാസ്ട്രക്ചർ, FMCG, പോർട്ട്ഫോളിയോ അലോക്കേഷൻ ആൻഡ് സെലക്ഷൻ, ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, മെയിൻറ്റെയിനിങ് റിസ്ക് റിവാർഡ് പൊസിഷൻ സൈസിങ് ഓഫ് ഇക്വിറ്റി, ക്യാപിറ്റൽ ബിൽഡിംഗ് ത്രൂ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡർ സൈക്കോളജി, നീഡ് ആൻഡ് അപ്രോച്ച് ടു മെയിൻറ്റെയിൻ ഗുഡ് സൈക്കോളജി ബൈ എ ട്രേഡർ, പ്രാക്ടീസ്, ഡൗൺലോഡ് എ വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് സെലക്ഷൻ, ക്രിയേറ്റിംഗ് പോർട്ട്ഫോളിയോ കോമ്പോസിംഗ് ഓഫ് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്, ഗെറ്റിംഗ് ഫെമിലിയർ വിത്ത് ദ ഡിമാറ്റ് account of any one broker, preferably select one who do not charge AMC or brokerage fees. അപ്പോൾ ഇതിൽ നിന്ന് 17 മാർക്കിനാണ്. ലാസ്റ്റ് മൊഡ്യൂൾ ഓപ്പണൻറ്റ് മൊഡ്യൂളാണ്. ഓപ്പണൻറ്റ് മൊഡ്യൂളിന് നിങ്ങൾക്ക് ആരാണോ സബ്ജക്റ്റ് എടുക്കുന്നത് അയാളാണ് അതിലെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക. ഇതിൽ നിന്ന് 5 മാർക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ടാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് പരീക്ഷ ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് നോക്കുക. ഇതാണ് ഇത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് വീഡിയോ ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.